നമ്മളിന്നുള്ളത് മട്ടന്നൂരിലാണ്, കലാകാരന്മാരുടെ ഈറ്റില്ലമായ മട്ടന്നൂർ. ഇന്നൊരു വിശിഷ്ട അതിഥിയാണ് പ്രേക്ഷകർക്കായി നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തെ കണ്ടാൽ അറിയാം. നമുക്ക് ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ഒരു കേസ് വന്നിട്ടുണ്ട്. വന്നതോ അതോ തേടിപ്പിടിച്ച് ചെന്നതോ? തേടിപ്പിടിച്ച് ചെന്നതല്ല, തേടിപ്പിടിച്ച് വന്നതാ. എനിക്ക് സാറിനെ ഒന്ന് കാണണമല്ലോ. ഞാനൊരു ചോദ്യം ചെയ്യില്ല. ലൊക്കേഷൻ ഞാൻ അയച്ചുതരാം. മുന്നിലുള്ള എല്ലാ എവിഡൻസുകളും ആത്മഹത്യയിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. പക്ഷേ ഈ എലിസബത്തിൻ്റെ ഒരു ആംഗിൾ ഉണ്ടല്ലോ, അതാദ്യമായിട്ടാണ്. അതിനും സാധ്യതകളുണ്ട്. കാലം അതാണല്ലോ. നമുക്കൊന്ന് തപ്പി നോക്കാം. ഫാദർ കാണിച്ചു തന്ന വഴിയിലൊക്കെ എനിക്ക് ബോണസ് കിട്ടിയിട്ടുള്ളൂ. എലിസബത്ത് ആലാട്ട്, CEO ആലാട്ട് ഗ്രൂപ്പ്. എനിക്കിവരുടെ നമ്പർ ഒന്ന് വേണേ. മെസ്സേജ് ചെയ്താൽ മതി. വാതിൽ കിടക്കണോ? ആരാ പുള്ളി? ആഞ്ഞനമറ്റ മെറ്റക്കൊൽ കേസ് പ്രതി ഇന്നലെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി ന്യൂസ് വന്നിരുന്നില്ലേ? ഇതിനല്ലേ ഹൈദരാബാദിലാണ് നിങ്ങളുടെ പോലീസുകാർ തരാൻ പോയി. ഹൈദരാബാദിലാകുമ്പോൾ നമുക്ക് 2 ദിവസം കൂടുതൽ കിട്ടുമല്ലോ. ഷോറൂം ഒന്നും എറിഞ്ഞത് മാറ്റൂല. നീ ഒരു കാര്യം ചെയ്യ്, ആ സുധിയുടെ വർഷാപ്പ് കൊടുത്തേ. ആരാകുമ്പോ ഇങ്ങനെ കത്തിണ്ടാവില്ല. അല്ല, ശാന്തേട്ടനെ ഇപ്പൊ എന്തിനാ വിളിച്ചത്? അതിന് നീ എന്നെ പറയാൻ പറ്റേ എന്നല്ലേ പറയാൻ കഴിയൂ. വേറൊന്നല്ല, കുട്ടികളൊന്നും സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ ചോദിക്കാൻ വേണ്ടി വിളിച്ചാ. അല്ലപ്പാ, നിന്നെ വണ്ടി ചക്രങ്ങളൊക്കെ ആക്കിയില്ലേ? ഇപ്പൊ ഒരു 4 ഇടാൻ സ്കൂളിൽ എത്തിക്കോ. ഇന്ന് വണ്ടി മാറിയിട്ട് ടീച്ചറെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. കല്യാണം കഴിച്ചാൽ നമ്മളാ, നമുക്കറിയാം ഒരങ്ങനെ ജീവിക്കേണ്ടത്. തച്ചിട്ട സാറേ, കൈമല്ല ഇങ്ങനെ വീശിയതേ ഉള്ളൂ. കൊണ്ടിട്ട് എടുത്തിട്ടില്ലേ? ഞാൻ പറഞ്ഞ മഹത് വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അദ്ദേഹം നമ്മളോട് കൂടിയുണ്ട്. നമസ്കാരം. നമസ്കാരം. ശിവദാസ്, കണ്ണൂർ. അതെ അതെ. ഈ ഒരു സിനിമാ നടൻ എന്നതിലുപരി ഒരു ഔദ്യോഗിക ജീവിതം കൂടി നയിക്കുന്ന ആളാണ്. അതെ. ഇപ്പോഴെങ്ങനെയാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? അതായത് ഞാൻ 1993 പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ കണ്ണൂർ സ്പെഷ്യൽ ബ്രാഞ്ചിലാണ് ജോലി ചെയ്യുന്നത്, കണ്ണൂർ സിറ്റിയിൽ. അപ്പോൾ അതായത് രണ്ടും ഒരുമിച്ച് എന്ന് വെച്ചാൽ നമ്മളെ സിനിമ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൽ തന്നെ നമുക്ക് അതിന് പെർമിഷൻ കിട്ടുകയും അതിന് ലീവ് എടുത്ത് ആധികാരികമായി അങ്ങനെ ലീവ് തന്ന് അങ്ങനെ ആണ് പോകുന്നത്. കേരളത്തിലെ മലയാളികൾക്ക്, എവിടെയുള്ള മലയാളികൾക്കും സുപരിചിതനാണ്. പക്ഷേ ഒരുപക്ഷെ പല ആൾക്കാർക്കും അറിയില്ല താങ്കൾ ഈ മട്ടന്നൂരുകാരനാണ് എന്നുള്ള ഒരു കാര്യം. ഈ 2017 തോന്നുന്നു ഈ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിൽ. എങ്ങനെയായിരുന്നു അതിൻ്റെ കാസ്റ്റിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവം? അല്ല, 2017 സിനിമയായിട്ട് സത്യം പറഞ്ഞാൽ ആ സമയത്തൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ 2017 ഒറിജിനൽ പോലീസുകാരെ ഷൂട്ടിങ്ങിന് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു കാസ്റ്റിംഗ് കോള് വന്നു, സോഷ്യൽ മീഡിയസിൽ വന്നു. അപ്പോൾ അത് സോഷ്യൽ മീഡിയ കണ്ടു. എൻ്റെ മരുമകൻ അത് കണ്ടു. എന്നോട് പറയാതെ എൻ്റെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തു. സാർ അറിയില്ലായിരുന്നു? ഞാൻ അറിയില്ല. അപ്പോൾ ഇല്ല. അപ്പോൾ അവർക്ക് അയച്ചു കൊടുത്തു. അവർ ഓഡീഷന് ഇന്ന സ്ഥലത്തെത്തണം എന്ന് പറഞ്ഞ് വിളിച്ചുവല്ല. വിളിക്കുന്ന സമയത്താണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഇവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ച ആൾ മാറിപ്പോയിട്ടുണ്ടാവും. ഞാനല്ല നിങ്ങൾ ഉദ്ദേശിച്ച ഞാനല്ല നിങ്ങൾ ഉദ്ദേശിച്ച ആൾ. സിനിമയിൽ ഉള്ള ഇതൊന്നും എനിക്ക് അത്ര ഇല്ല. അങ്ങനെ അവർ കുറച്ച് 2 പ്രാവശ്യം വിളിച്ചു. അപ്പോൾ 2 പ്രാവശ്യം വിളിച്ചാലും ഞാനും ഇങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ ഞാനല്ല. ചില ഞാനൊരു അതേ ശൈലിയിൽ തന്നെ SI ആയതുകൊണ്ട് അതേ ശൈലിയിൽ തന്നെ ആ ഒരു ടോണിൽ പറഞ്ഞു. അപ്പോൾ എൻ്റെ മരുമകൻ, ഒരുപക്ഷെ അവർക്ക് അതായിരിക്കും വേണ്ടി വരും. അതെ, എൻ്റെ മരുമകൻ വിളിച്ചു. അപ്പോൾ അവരിതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് പലതും. ആ മരുമകൻ വിളിച്ചു. അവൻ പറഞ്ഞു ഇങ്ങനെ ഞാനാ കൊടുത്തത് പറഞ്ഞു. അങ്ങനെ അവൻ്റെ നിർബന്ധപ്രകാരം ഞാൻ കാസർഗോഡ് പോയി. കാസർഗോഡ് ഹൈവേ എന്ന് പറഞ്ഞ ഹോട്ടലിൽ വെച്ച് ഓഡീഷൻ നടന്നു. അപ്പോൾ ഓഡീഷനിൽ പോലീസിൻ്റെ സ്റ്റേഷനിൽ വരുന്ന കുറേ കാര്യങ്ങൾ അവർ ചോദിച്ചു. അപ്പോൾ ഈ ചോദിച്ച കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ഞാൻ അതേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ പറഞ്ഞ ഈ സംഭവങ്ങളെല്ലാം അവർ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, ഓക്കെ ചെയ്തിട്ടുണ്ട്, നമ്മൾ വിളിക്കാമെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ വിളിക്കൂല എന്നുള്ളൊരു അടിയുറച്ച വിശ്വാസം, ആത്മവിശ്വാസം. അതെ, 100%. ഒരു തരത്തിലും ഈ സിനിമയായിട്ടോ അഭിനയമായിട്ടോ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഇതുമില്ല എന്നാണ് എൻ്റെ മനസ്സിൽ അന്നേരം പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വിളിക്കുക എന്ന് പറഞ്ഞ് ചിരിച്ചു. ഞാനും ചിരിച്ചു. വിളിക്കൂല എന്നാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ
പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ദിലീഷ് പോത്തൻ എന്ന് പറഞ്ഞ ഡയറക്ടർ ഉണ്ട്, അദ്ദേഹത്തിനെ കാണണമെന്ന്. അപ്പോൾ 3 ദിവസത്തെ ലീവ് എടുത്ത്. സാധാരണ നമ്മൾ ലീവ് എടുത്താൽ പോലീസിൽ ലീവ് നമുക്ക് വളരെ അപൂർവമായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഡ്യൂട്ടി ഭാരം കുറേ കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ 2ാമത്തെ ദിവസം കാണണം എന്ന് പറഞ്ഞു. എന്നെ വിളിച്ചു. ഞാൻ പോയി ഇപ്പോൾ കുറേ നേരം ഇങ്ങനെ നോക്കി, എന്നെ നോക്കി, ഷൂട്ട് ചെയ്തത് നോക്കി. അവർ നോക്കി ലാസ്റ്റ് പറഞ്ഞു നിങ്ങൾക്ക് ലീവ് കിട്ടുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു 3 ദിവസം ലീവ് ഓൾറെഡി കഴിഞ്ഞു. 2 ദിവസം 3 ദിവസം ലീവിൽ 2 കഴിഞ്ഞു. 2 ദിവസത്തെ ലീവ് കഴിഞ്ഞു. അപ്പോൾ അല്ല സിനിമയിൽ നിങ്ങൾ സെലക്ഷൻ ആയിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം, ശരിക്കും പറഞ്ഞതാണോ? അങ്ങനെ സെലക്ട് ആയതിനു ശേഷം സിനിമ ഷൂട്ട് തുടങ്ങി. അങ്ങനെ 46 ദിവസത്തോളം ഞാൻ ലീവ് എടുത്തു, മെഡിക്കൽ ലീവ് എടുത്തു. അങ്ങനെ സിനിമ റിലീസായതിനു ശേഷം എൻ്റെ വൈഫ് കുടുംബം പറഞ്ഞു വെച്ചാൽ നിങ്ങൾ 3-4 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി, ഇതെന്താ അവസ്ഥ അറിയില്ലല്ലോ. അപ്പോൾ സിനിമ സവിത തിയേറ്ററിലായിരുന്നു കണ്ണൂർ ഷൂട്ട് റിലീസായത്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ പോയി കണ്ടു? ഇല്ല, എന്നോട് പറഞ്ഞു 3-4 ദിവസം വെയിറ്റ് വെറുതെ അവിടെ പോയി ചീത്തൊക്കെ കൂവി ഉണ്ടല്ലോ, ഈ കൂവല് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ എന്തായിരുന്നു മനസ്സിൽ? ശരിക്കും ഓരോ വേഷം ചെയ്യുമ്പോഴും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊരു ജീവിക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായി. കാരണം ശരിക്കും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ചെന്ന ആളുകൾക്ക് അല്ലെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെയാണോ ശരിക്കും അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്തവര്. അതായത് അത് അവരെ മുടുക്കാം. ഇതിന്റെ സംവിധായകനും അതിന്റെ ക്രൂ, അതിന്റെ പിന്നെ രാജീവ് രവി ഡയറക്ടർ, ശ്യാം പുഷ്കരൻ, ദിലീഷ് പോത്തൻ, അതേപോലെ അതിന്റെ നിർമ്മാത, അതിന്റെ ക്രൂസിന്റെ മിടുക്കുന്നത് അവർ നമ്മൾ പോലീസാണ് എന്നുള്ള നിലയിൽ നമ്മൾ നിൽക്കുകയും അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ നമ്മളിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ അവർ നമ്മളോട് കൂടുതൽ മിങ്കിളായി. പിന്നെ നമുക്ക് ഒരു മനസ്സിൽ തോന്നലായി നമ്മളെ ഒരുമിച്ചുള്ള ആളാണ് എന്നുള്ളൊരു ഫീല് അവരുണ്ടാക്കിയത്. അത് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ ഈ പിന്നെ സാറല്ലാണ്ട് വേറെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ആളുണ്ട്. 10-23 ഉണ്ട്. അതിൽ DSP ആ സമയത്ത് DSP ആയിരുന്ന മധുസൂദനൻ സാറുണ്ട്. അതേപോലെ തന്നെ അതിൽ SA ആയിട്ട് അഭിനയിച്ച സിബി സാറുണ്ട്. സിബി മാത്യു, അതെ, ഇപ്പോൾ DSP. അദ്ദേഹം കാസർഗോഡ് SSPയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടാതെ കുറേ പോലീസുകാരുണ്ട്, 10-23 പോലീസുകാരുണ്ട്. പിന്നെ പോലീസുകാരല്ലാത്തത് ഈ പറയുന്ന അലൻസിയർ, ഫഹദ് ഫാസിൽ, സുരാജ്, അങ്ങനെയുള്ള മുഖ്യധാര അതെ. ബാക്കി മുഴുവൻ നമ്മളെ ഈ സേനയിലുള്ള ആൾക്കാർ തന്നെയാണ്. അതെ, സേനയിലുള്ള ആൾക്കാർ. അങ്ങനെ 4 ദിവസം കഴിഞ്ഞു. അപ്പോൾ എന്നെ ശ്യാം പുഷ്കരൻ വിളിച്ചു, സാർ സിനിമ കണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടില്ല, പേടിച്ചിട്ടാ കാണാത്തത്. അപ്പോൾ ഇവള് പറഞ്ഞു വെറുതെ പോയിട്ടൊരു കൂക്കി കണ്ടെന്ന്. നമുക്ക് നമ്മളിൽ ഒരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു പേടി, അതായത് ആദ്യത്തെ ഒരു അനുഭവം ആയതുകൊണ്ടുള്ള. അതെ. അപ്പോൾ അങ്ങനെ ഇവർ നിർവഹിച്ചു. ആദ്യം ഞാൻ മോനെ ടെസ്റ്റ് ഡോസ് എന്നുള്ള രീതിയിൽ ഇവനെ കാണിച്ചു. അപ്പോൾ ഞാൻ കണ്ണൂരായിരുന്നു താമസം. അപ്പോൾ ഇവൻ വന്നിട്ട് പറഞ്ഞു, അമ്മ അച്ഛൻ വീട്ടിൽ എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ തന്നെ അവിടെയും കാണുന്നു, വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ. അപ്പോൾ ചെറിയൊരു ധൈര്യമായി. പിന്നെ പിറ്റേ ദിവസം നമ്മൾ സിനിമക്ക് പോയി സിനിമ കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ വന്ന ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പോൾ അയാളാണല്ലോ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ആൾക്കാർ സെൽഫി എടുക്കാത്ത. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അത്രയും വലിയ ആളാണ്. അത് ശരിക്കും പറഞ്ഞാൽ ആ കണ്ടിറങ്ങുന്ന ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ സിനിമ കാണുന്ന ഒരാൾക്ക് ഈ സാറിന്റെ മുഖം മറക്കാൻ പറ്റില്ല. കാരണം അത്ര ഇപ്പൊ ഒരു സുരാജിന്റെയും എല്ലാം ആ ഒരു ലെവലിൽ അവർ നമ്മൾ കണ്ടു മറന്ന ആൾക്കാരല്ല. അവർ നമുക്ക് ഇങ്ങനെ ദിവസം ഓരോ സിനിമകളിൽ ഇങ്ങനെ കണ്ടു വരുന്ന ഒരു പുതിയ ഒരു സിനിമയിൽ വരുന്നു, സ്പോട്ടില് പിന്നെ ക്ലിക്ക് ആവുന്നു. അതൊരു വലിയൊരു സംഭവമായിരുന്നു. അതെ, സിനിമക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടി. നാഷണൽ അവാർഡ് ഉൾപ്പെടെ 10-22 അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വലിയൊരു എസ്റ്റാബ്ലിഷ്ഡായ അല്ലെങ്കിൽ അത്രയും നല്ലൊരു ക്രൂസിന്റെ കൂടെ അഭിനയിക്കാൻ നല്ലൊരു അവസരം എനിക്ക് കിട്ടിയതാണ്. അതാണ് ഏറ്റവും വലിയ എൻ്റെ ഭാഗ്യം. അപ്പോൾ സ്ക്രിപ്റ്റ് പ്രകാരം കുറച്ച് സീൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഓരോ ദിവസവും ഇത് ഡെവലപ്പ് ചെയ്യല്ലോ. നമ്മളെ ലൊക്കേഷനിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് ഉണ്ട്. ആ ഡെവലപ്മെന്റ് പ്രകാരം ഓരോ ദിവസവും ഇങ്ങനെ സീൻസ് കൂടി വന്ന് അങ്ങനെ ഇതിറങ്ങുമ്പോൾ എനിക്ക് വലിയ റോളായി. വലിയ റോളായി. അപ്പോൾ അതായത് സിനിമയിൽ നമുക്ക് അത്ര വലിയ ഇതില്ലെങ്കിലും പോലീസിൽ നമ്മൾ കുറേ വർഷങ്ങളായല്ലോ. അപ്പോൾ പോലീസിൽ നമുക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ, അത് വലിയ കാര്യമാണ്. അത് ശരിക്കും ആ സിനിമയിൽ നല്ല രീതിയിൽ നമുക്ക് അതുകൊണ്ടാണ് ഒറിജിനൽ പോലീസുകാരെ കാസ്റ്റ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഏതായാലും അത് 2017-ലാണ്. അതെ അവിടെ അത് നിന്നില്ല. അതെ അവിടെ ഇങ്ങോട്ടൊരു ജൈത്ര യാത്ര തന്നെയായിരുന്നു. അവിടെ നിന്നില്ല. അതിനുശേഷം മലയാളത്തിലെ തൊട്ടതെല്ലാം പൊന്നാക്കി ശരിക്കും. ഒട്ടുമുക്ക- ചെറിയതായാലും ഒട്ടുമിക്ക- വേഷങ്ങൾ ഏതായാലും നമ്മളിപ്പം പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് ഇത് ചെറിയ ഒരു മിനിറ്റ് നേരമുള്ള വേഷമാണെങ്കിൽ പോലും അത് അത്രയും പെർഫെക്ഷനോടെ ചെയ്യാനുള്ള ഒരു അതൊരു സംഭവമാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ എന്തെങ്കിലും കലാപരമായിട്ട് മുമ്പ് നാടകത്തിലോ മറ്റെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് മുമ്പുണ്ടായിരുന്നോ, പഠിക്കുന്ന സമയത്തോ അതിന് ശേഷമോ ഏതെങ്കിലും ഒരു സമയത്ത്? ഇല്ല, അങ്ങനെ കലാപരമായിട്ട് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഒപ്പന നമ്മൾ ഫോം ചെയ്ത് കളിച്ചിരുന്നു പണ്ട് അസോസിയേഷൻ 93-ൽ. അസോസിയേഷൻ്റെ അതായത് നമ്മൾ പോലീസിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് പാസിങ് ഔട്ട് ആവുമല്ലോ. അപ്പോൾ പാസിങ് ഔട്ട് ആവുന്ന സമയത്ത് നമുക്ക് ഒരു കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടാവും. ഒരുപാട് വർഷം ആ സമയത്ത് നമ്മൾ സമയം എന്ന് ഒരു നമ്മളെ കൂടെയുള്ള ഒരു കുട്ടിലക്കണ്ടി കൃഷ്ണൻ, രാജീവൻ എന്ന മറ്റു കുറേ ആൾക്കാർ പോലീസുണ്ട്. അവരെല്ലാം കൂടി നമ്മളെല്ലാവരും കൂടി ഒരു ഇത് വെച്ച് നമ്മളൊരു ഒപ്പന ഫോം ചെയ്തു. ആ ഒപ്പനയിൽ നല്ല രീതിയിൽ ഞാൻ പെർഫോം ചെയ്തു. മറ്റുള്ളവർ അതെ ഞാൻ മണവാട്ടിയല്ല, ഞാൻ പള്ളിയിലുള്ള ഉസ്താദ് ഉണ്ടല്ലോ, ഉസ്താദ്. അപ്പോ ആ ഉസ്താദ് ആയിരുന്നു. പക്ഷെ ഈ ഒപ്പനയില് ഞാനത് ഒരു ഏജ്ഡായ ഒരു വരൻ എന്നുള്ള രീതിയിലാണ്, ഒരു ഹാസ്യമായ രീതിയിലുള്ള ഒരു സംഭവം. മണവാളനാണ് പറഞ്ഞത് കറക്റ്റ്. പക്ഷെ മണവാളൻ. അപ്പോ അത് നല്ല രീതിയിൽ ഒരുപാട് ആൾക്കാർ എൻജോയ് ചെയ്യും. അത് നല്ല രീതിയിൽ ഞാൻ പെർഫോം ചെയ്തതെന്ന് മറ്റുള്ളവർ പറയുകയും ചെയ്തു. ഇതാണ് എൻ്റെ മനസ്സിൽ അറിയപ്പെടുന്നത്. കോമഡി ആയിട്ട് അതെ, കോമഡി ആയിട്ട് അറിയപ്പെടുന്നത്. പിന്നെ അങ്ങനെ ഒരു അറിയപ്പെടുന്ന ഒരു കലാപരമായിട്ട് നാടകപരമായിട്ട് ഒന്നും ഉള്ളതായിട്ട് ഇല്ല. സിനിമ നമ്മൾ എണ്ണം എടുക്കുമ്പോൾ കുറെ സിനിമ ചെയ്തു. 46 സിനിമ ചെയ്തു. അതിലൊരു 10-25ഓളം സിനിമയിൽ ഏകദേശം ഒരു നല്ല രീതിയിലുള്ള കഥാപാത്രമായി ഉള്ള റോള് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇപ്പം നാട്ടിലുള്ളത് കൊണ്ട് തന്നെ പിന്നെ ചെണ്ട നന്നായിട്ട് ചെണ്ട കൂട്ടുന്നൊക്കെ ചെണ്ട കൊട്ടാറുണ്ട് പറയുന്നത്. അതായത് ഇതിന്റെ ഈ വീടിന്റെ തൊട്ടപ്പുറമാണ് ചെറുതാഴം ചന്ദ്രൻ, പിന്നെ അതുകൂടാതെ സദനൻ രാമേന്ദ്രൻ അവരുണ്ടായിരുന്നു. അവരുടെ വീട് തൊട്ടപ്പുറം ഈ അമ്പലത്തിന്റെ ഇതൊരു നായ്ക്കാലി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രമാണ് തൊട്ടപ്പുറം കാണുന്നത്. ആ അമ്പലത്തിന്റെ 4 ഭാഗവും ഓരോ ആൾക്കാർ, ഓരോ വീട്, നമ്മൾ അയൽപക്കം നൈബേഴ്സ് എന്ന് പറയാൻ അവരാണുള്ളത്. അതിൽ ഒരു സ്ഥലത്ത് ഈ സദനൻ രാമേന്ദ്രൻ ഉണ്ടായിരുന്നു, മറ്റേ സ്ഥലത്ത് ഈ ചെറുതാഴൻ ചന്ദ്രൻ അവരുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഞാൻ SLC കഴിഞ്ഞ സമയത്ത് നമ്മളിവിടെ ചെറിയ കുട്ടികളായി നിൽക്കുമ്പോൾ അമ്പലത്തിൽ വെച്ച് ചെണ്ട കൊട്ട് തുടങ്ങി. അങ്ങനെ അതിനുശേഷം അത് നല്ല രീതിയിൽ അമ്പലത്തില് പിന്നെ വലിയച്ഛനായിരുന്നു എൻ്റെ അച്ഛൻ ഇവിടുത്തെ പൂജാരിയായിരുന്നു, ഈ അമ്പലത്തിലെ പൂജാരിയായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ എത്തുന്നത്. അപ്പോൾ അവിടെ ഈ അമ്പലത്തിൽ വെച്ച് ഇവർ ചെണ്ട കൊട്ടാൻ പഠിപ്പിച്ചു. അതേപോലെ തന്നെ ചെറുതാഴത്ത് ഒരു കുഞ്ഞിരാമനുണ്ട്, ഡൽഹിയിൽ അദ്ദേഹം ഇപ്പം ജോലി ചെയ്യുന്നു. അപ്പോൾ ചെറുതാഴം കുഞ്ഞിരാമൻ അദ്ദേഹമായിരുന്നു തുടക്കം ആശാനായിട്ട്. പിന്നെ ചെറുതാഴം ചന്ദ്രൻ, അതേപോലെ തന്നെ മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ. ശരിക്കും ആ സമയത്ത് ചെറുതായിരിക്കും. അതെ അതെ അതെ. അല്ല, ആ സമയത്തും അദ്ദേഹം ശരിക്കും ഏറ്റവും വലിയൊരു ഇതായിരുന്നു കേരളത്തിന്റെ. അതെ അതെ. അദ്ദേഹത്തിന്റെ കൂടെ കുറെ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പോയിട്ടുണ്ട്, കുറെ കൊട്ടിയിട്ടുണ്ട്. പ്രൊഫഷണലായിട്ട് അദ്ദേഹം പോകുന്ന സമയത്ത് ഒരുമിച്ച് പോയിട്ട് പ്രൊഫഷണലായിട്ട് പോകും. ഞങ്ങളും അതിന് മട്ടന്നൂർ പഞ്ചവാസ സംഘം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പൊ മട്ടന്നൂർ പഞ്ചവാസ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് നമ്മളെ ഓരോ അമ്പലത്തിൽ അവർ ഏറ്റെടുക്കുക. ആ ഏറ്റെടുക്കുന്ന അവരെ കൂട്ടത്തിൽ, അതെ, അവരെ കൂട്ടത്തിൽ ഒരു ടീം മെമ്പറായിട്ട് ഞാനും പോകും. അപ്പൊ അങ്ങനെ പല സ്ഥലത്തും പോകും. പോലീസിൽ വന്നതിന് ശേഷം പല സ്ഥലത്ത് പോയിരുന്നു. ഇപ്പം തൽക്കാലമായിട്ട് ഇപ്പൊ പോവാറില്ല. ഇനിയിപ്പോ റിട്ടയർ ചെയ്തിട്ട് സജീവമാവണം എന്നാണ് എന്റെ. സിനിമയിൽ സജീവാവോ അല്ലെങ്കിൽ ചെണ്ട കൂട്ടിൽ സജീവാവോ? അല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും സജീവമാവും. അവേ ഏതെങ്കിലും ഒന്നല്ല, നമുക്ക് എന്താണോ നമ്മള് ചെയ്യാൻ പറ്റുന്നത് അത് എത്രയും ഈ ഫ്രീ ആയിട്ട്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന അതേ ലാഘവത്തോടെ തന്നെ ആയിരിക്കുമല്ലോ ഈ അഭിനയം പുറത്തു. പ്രേക്ഷകർക്കും കാണുന്നുണ്ടാവും, അവർക്ക് മനസ്സിലാവും. അതെ, എത്രയും എക്സ്പ്രഷനാണ് ആ സംഭവം വരുന്നത്. ഇപ്പൊ പുതിയ സിനിമ ഏതാ ചെയ്യുന്നത്? പുതിയ സിനിമ ഇനി 6ഓളം സിനിമ ഇറങ്ങാനുണ്ട്. ഇപ്പൊ ഇന്നലെ ജൂൺ 7-ന് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ജമാലിന്റെ പുഞ്ചിരി എന്ന് പറഞ്ഞിട്ട്. ഇന്ദ്രൻ ചേട്ടൻ, പിന്നെ സിദ്ദിഖ്, അങ്ങനെ പഴയകാല നടന്മാർ നടികൾ ഉൾപ്പെടുന്ന ഒരു സിനിമയാണ്. മിഥുൻ രമേശ് എല്ലാം ഉണ്ടത്. പിന്നെ അതുകൂടാതെ ഇനിയിപ്പം വിനീത് ശ്രീനിവാസന്റെ ഒരു ജാതി ജാതകം സിനിമ ഇറങ്ങാനുണ്ട്, റിലീസാവാൻ. പിന്നെ ഷാജി കൈലാസ് സാറിന്റെ മകൻ സംവിധാനം ചെയ്തൊരു പടം ഉണ്ടായിരുന്നു, അതിറങ്ങാനുണ്ട്. അതിലൊക്കെ നല്ല വേഷങ്ങളാണോ? മോശമില്ലാത്ത വേഷമുണ്ട്. ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കുമല്ലേ അത്? അതെ അതെ അതെ. ഒന്നാമത് നമ്മുടെ നാട് കണ്ണൂർ തന്നെയാണോ അല്ലെങ്കിൽ വെളിയിൽ പോയി? അല്ല, അത് വിനീത് ശ്രീനിവാസ് ചെന്നൈയിലായിരുന്നു.
പിന്നെ ഒന്ന് കോട്ടയത്തായിരുന്നു, ഒന്ന് തലശ്ശേരി കണ്ണൂർ ജില്ലയിൽ തന്നെയായിരുന്നു, പിന്നെ ഒന്ന് പാലക്കാട് ഉണ്ടായിരുന്നു. അത് പല സ്ഥലത്തും കണ്ട, അതായത് എറണാകുളം, അങ്ങനെ പല സ്ഥലങ്ങളിലായിരിക്കും അതിൻ്റെ ഷൂട്ടിങ്. അവരെ ലൊക്കേഷൻ എവിടെയാണോ അത് ഫിക്സ് ചെയ്യുന്നത് അതിന് കണക്കായിട്ടാണ് അതുണ്ടാവും. ഇപ്പം പിന്നെ നിങ്ങൾ ഇപ്പം സാറിൻ്റെതായി കഴിഞ്ഞാൽ ഇപ്പോൾ സിബി മാത്യു സാറൊക്കെ ശരിക്കും പറഞ്ഞാൽ സേനയുടെ ഒരു അഭിമാനമാണ്. പഴയ പോലെ അല്ലല്ലോ, സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടി സേന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഈ കൂട്ടത്തിൽ കലാകാരന്മാരായിട്ടുള്ള ആളുകൾക്ക് അതിനുള്ള അവസരവും കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഈ അവധി സാധാരണ പോലീസ് സേനയിൽ ഭയങ്കര വിഷയമായിരിക്കും. അതെ. അല്ല, ഒന്നാമതെന്ന് വെച്ചാൽ ഞാനിപ്പം ഏകദേശം 30 വർഷം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് എൻ്റെ സാധാരണ കാഷ്വൽ ലീവ് അല്ലാത്ത അവധികളുണ്ടാവും. അപ്പോൾ അത് മെഡിക്കൽ ലീവ് അങ്ങനെയെല്ലാം എടുത്ത് അത് കവർ ചെയ്യും. അപ്പോൾ ചിലത് നമുക്ക് സമയത്ത് കിട്ടാൻ കുറച്ച് ഇതുണ്ടാവും, അത് നമ്മൾ പോയി നേരിട്ട് പോയി പറയും, അവരനുമതി. കാരണം വെച്ചാൽ അവർക്കറിയാം ഇതാണ് ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് നല്ലൊരു സഹകരണം ഉയർത്തി കാണിക്കാനുള്ള മുഖങ്ങളാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ സേനയിലുള്ള ആളുകൾ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം നേരത്തെ ഞാൻ അത്ഭുതപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ എല്ലാ കലാകാരന്മാരെയും പിന്നെ നമ്മൾ ഒരു അഭിമുഖത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അവർക്കൊക്കെ മുമ്പേ പഴയ സ്കൂളിലെ നാടകത്തിലുണ്ടാവും, പിന്നെ അതുപോലെ അഭിനയവുമായി ബന്ധമുണ്ടാവും, ചിലർക്ക് മിമിക്രി ആയിട്ട് ബന്ധമുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഒരു ബേസ് ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെ ഫസ്റ്റ് സിനിമ അത് അടിപൊളിയാക്കി. അല്ല, അതിന്റെ ഒരു രഹസ്യം അല്ല, അത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മള് സാധാരണ നടന്മാരോ അല്ലെങ്കിൽ ആദ്യം കയറുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഈ ലൈറ്റ് ഇട്ടു പിന്നെ സ്റ്റാർട്ട് ആക്ഷൻ ഒക്കെ പറയുമ്പോൾ നമ്മളൊരു പരിഭ്രമം ഉണ്ടാവില്ലേ, ഇതൊന്നും ഇല്ലാണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട്. അങ്ങനെയല്ല, ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് വന്നാൽ നമുക്ക് ഭയങ്കര ഒരു പ്രശ്നം, സഭാകമ്പം ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതെന്ന് വെച്ചാൽ അത് 1, 2, 3 അല്ലെങ്കിൽ 4, 5 ടേക്ക് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് നമുക്ക് ഇതിന്റെ അപ്പൊ അങ്ങനെ എടുത്തെടുത്ത് വന്ന് ലാസ്റ്റ് ചിലപ്പം ഈ ലാസ്റ്റ് ടേക്ക് ആയിരിക്കും, അതിന് മുന്നിലത്തെ ടേക്ക് ആയിരിക്കും ഓക്കെ ആയിട്ടുണ്ടാവുക. അതെല്ലാം അദ്ദേഹം ദിലീഷ് പോത്ത് അതെല്ലാം കറക്റ്റായി നോക്കി ഇന്നസെന്റ് ഒരു ആദ്യം അങ്ങനെ കുറെ അരിമണിയെല്ലാം പൊറുക്കി എടുത്തിട്ടുണ്ട്. അത് പക്ഷെ കാണുന്നില്ലല്ലോ, നമ്മള് കറക്റ്റ് ആയതെന്നല്ല വരുന്നത്, വെളിയിൽ കാണുമ്പോൾ കറക്റ്റ്. അതെ, അങ്ങനെ അരിമണിയെല്ലാം പൊറുക്കിയെടുത്ത സംഭവം. അങ്ങനെ ഒരുപാട് പിന്നെ സമ്മർദ്ദം ഉണ്ടായിരുന്നു ആ സമയത്ത്. എങ്ങനെ സമ്മർദ്ദം? ഈ അഭിനയിക്കാനുള്ള സമ്മർദ്ദം ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു സംഭവമല്ലേ. പക്ഷെ അതിന്റെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, ഞാനിപ്പം നിങ്ങളിപ്പോൾ എന്നെ ഇത് ഇന്റർവ്യൂ ചെയ്യുന്നു, അപ്പം നിങ്ങളെ ഞാൻ മുൻകൂട്ടി പരിചയപ്പെട്ട ഒരാളും പരിചയമുള്ള ഒരാളും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എനിക്കറിയുന്നതും ആകുമ്പോൾ നമ്മൾ അവിടെ ഒരു ഫ്രണ്ട്ലി അറ്റാച്ച്മെന്റ്. അപ്പൊ നമ്മളതിൽ ഒരു പക്ഷേ നിങ്ങൾ ഇന്റർവ്യൂ ആണ്, നമ്മളത് മറന്നു, നമ്മളത് ഫ്രീ ടോക്ക് ആയിരിക്കും. അപ്പൊ ആ രീതിയിലേക്ക് ഞങ്ങൾ അവരെത്തിച്ചു. അതാണ് അതിന്റെ ഒരു അങ്ങനെ എത്തിച്ചു. അതെ. അതിനുശേഷം പിന്നെ അതിനുശേഷം നമുക്ക് മനസ്സിലായി ഇതെന്താ സംഭവം എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എത്തിക്കുമ്പോൾ നമുക്കത് ഫ്രണ്ട്ലി ആയി നമുക്ക് നല്ല രീതിയിൽ ഇടപെടാനുള്ള ഒരു അവസരം അവരുണ്ടാക്കി തന്നി. ആ അവസരമാണ് അതിലുള്ള എന്റെ അഭിനയം എന്ന് പറയുന്നത്. ഞാനതാ വിചാരിക്കുന്നത്. അതെ, ഈ 46ഓളം സിനിമ അഭിനയിച്ചു എന്ന് പറഞ്ഞു. അതെ. ഇതിനകത്ത് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഏതാ? അങ്ങനെ വെച്ചാൽ ഞാൻ കൊടുക്കും. അതായത് എന്നെ സിനിമയിലേക്ക് വന്നത്, എന്നെ സിനിമയിൽ ഒരു മേൽവിലാസം ഉണ്ടാക്കി തന്നത് തൊണ്ടി മുതൽ ദൃക്സാക്ഷിയാണ്. അപ്പോൾ അതിലുള്ള റൈറ്റർ വേഷം തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു എൻ്റെ ജീവിതത്തിനെ ബാധിക്കുന്ന എനിക്കിഷ്ടമുള്ള ഏറ്റവും നല്ല. അതായത് ഞാൻ എൻ്റെ ജോലി അതുമാണ്. റൈറ്ററായിരുന്നോ? അല്ല, ഞാൻ റൈറ്ററായിട്ട് ജോലി ചെയ്തു. ആദ്യം ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലീസ് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ് അതിലുണ്ടായത്. പഴയ മുഹൂർത്തങ്ങളാണ്. അതെ. അതെനക്കത് എക്സ്പ്രസ് ചെയ്യാൻ വേറെ വലിയൊരു പണിയൊന്നുമില്ല, അതും കൂടി ഉണ്ട് അതിൽ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അത് നല്ല. പക്ഷെ ഈ പറയുന്ന സഭാകമ്പം ഇല്ലാതാക്കിയത് ഒരു പക്ഷേ അവരുടെ ടീം വർക്കായിരിക്കും. അതെ, ടീം വർക്ക്. ഞാൻ അതല്ല ചോദിച്ചത്. ഈ ഇപ്പം ഫസ്റ്റ് സിനിമയോട് എല്ലാവർക്കും ഇപ്പം ആദ്യത്തെ ഒരു സിനിമ അതാണല്ലോ ക്ലിക്കായത്. അപ്പോൾ ആ കഥാപാത്രത്തോടും ഒരു പക്ഷേ നമ്മൾ ഈ സാധാരണ ജോലി ചെയ്യുമ്പോൾ ഇപ്പോൾ റൈറ്ററായിട്ട് ജോലി ചെയ്തിരുന്നു സാർ മുമ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ അതേ സാധനം പിന്നെയും വരുമ്പോൾ നമുക്ക് ആ കഥാപാത്രത്തോട് ഏത് കഥാപാത്രത്തോടാണ് കൃത്യമായി നീതി പുലർത്താൻ പറ്റുന്നതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ കക്ഷി അമണിപ്പിള്ള എന്നൊരു സിനിമയുണ്ട്, അതിൽ ഒരു അച്ഛൻ വേഷമായിരുന്നു, അത് അമ്മായി അച്ഛൻ നല്ലൊരു വേഷമായിരുന്നു. അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. അതേപോലെ തന്നെ
ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ എന്ന് പറഞ്ഞ സിനിമയിൽ അതും അതിനകത്ത് ഒരു മുരളി എന്ന് പറയുന്ന അമ്പലം കമ്മിറ്റി പ്രസിഡന്റ് അത് എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്തു ആ സംഭവം. നന്നായി പെർഫോം അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ അങ്ങനെ ഇപ്പം നേരത്തെ സാറ് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു ജോലിയായിട്ട് ബന്ധപ്പെട്ടതുള്ളത് കൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത്. ഇതല്ലല്ലോ, ഇത് പക്ഷേ കമ്മിറ്റി പ്രസിഡന്റായിട്ടൊന്നും വർക്ക് ചെയ്തിട്ടില്ല. അല്ല, അതും അങ്ങനെ Perfect ആക്കാൻ ഇല്ല. അതില് അത് കൂടാതെ ഓട്ടോസ്റ്റാ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, അതിൽ ഓട്ടോ ഡ്രൈവറായിട്ട് ഡ്രൈവറായിട്ട്. അതും നല്ല രീതിയിൽ എൻ്റെ അപ്പോൾ മനസ്സിൽ ഉള്ളിലൊരു കലാകാരൻ ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നു, സാറ് പോലും അറിയാണ്ട്. അത് അങ്ങനെയായിരിക്കും. അങ്ങനെയല്ല ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഒരു പക്ഷേ ഈ പറയുന്ന എൻ്റെ ബാക്കിയുള്ള ഗുരുനാഥന്മാർ അവരെല്ലാം ഒരു അനുഗ്രഹവും അവരൊരു കൃപയും കൊണ്ട്, ദൈവത്തിന്റെ കൃപ കൊണ്ട് കുടുംബത്തിൽ ആരെങ്കിലും ഞാൻ പറയുന്ന എന്തോ അല്ലെ ഞാൻ ചെയ്യുന്ന ഇത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നു. അതാണ് ഈ സംഭവം. സാറിൻ്റെ ഒരു ഈ സൗണ്ടിൻ്റെ ഒരു മോഡുലേഷൻ ഇല്ലേ, അത് ഭയങ്കര രസമാണ്. ഇപ്പോൾ ഇത് ഏത് കഥാപാത്രത്തിനായാലും ആ കഥാപാത്രത്തിന് യോജിക്കുന്ന രീതിയിലേക്ക് ആ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. കുടുംബത്തിൽ ആരെങ്കിലും കലാകാരന്മാരായിട്ടുണ്ടോ? കുടുംബത്തിൽ കലാകാരന്മാരുണ്ട്. പക്ഷെ മുമ്പ് അതായത് കഥകളി സംഗീതം കഥകളി എല്ലായിട്ടുള്ള ബന്ധമുള്ള ആൾക്കാരുണ്ട്, ഉണ്ടായിട്ടുണ്ട്. പിന്നെ പണ്ട് കഥകളി ചെറുകുന്ന ഈ മട്ടന്നൂർ പഞ്ചായത്ത് സംഘത്തിൻ്റെ കൂടെ ചെണ്ട അഭ്യസിക്കുന്ന സമയത്ത് ഈ മഴക്കാലം വന്നാൽ ഈ ചെണ്ട പരിപാടി ഉണ്ടാവില്ല, അമ്പലങ്ങളിൽ ഉത്സവം ഉണ്ടാവില്ലല്ലോ. ആ സമയത്ത് ചെറുകുന്ന ആസികാലം എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബുണ്ട്, കഥകളി ക്ലബ്ബാണ്. അപ്പോൾ അവിടെ നമ്മൾ പോയി നോക്കും. അവിടെ വേറെ പഠിക്കുന്ന സമയത്ത് വെക്കേഷനായി വേറെ നമുക്ക് ഇതൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടെ ഈ കഥകളി പഠിപ്പിക്കുന്നതും കഥകളീൻ്റെ ഭാഗമായി ചവിട്ടി തടയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സിന് ജീവിതത്തിന് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിരിക്കാം. പിന്നെ ഈ സൗണ്ടിന്റെ കാര്യം പറഞ്ഞത് പല ആളും എന്നോട് പറയാറുണ്ട്. സൗണ്ട് അതായത് ആളെ കണ്ട് സംശയം ഇതാണോ അതാണോ എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിലും എന്റെ സൗണ്ട് കേട്ടാൽ അന്നേരം തന്നെ പറയുന്നതാണ്. ശിവദാസൻ കണ്ണൂർ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ചില സമയം മട്ടന്നൂരിലെ ആൾക്കാർക്ക് തന്നെ ശിവദാസൻ മട്ടന്നൂർ എന്ന് പറഞ്ഞാൽ ചില സമയം പുള്ളിക്കാരൻ ഓർമ്മ. ശിവദാസൻ പിന്നെ കണ്ണൂർ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇതേപോലെ ഒരു സൗണ്ടോ, ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ ഒരു സംഭവമുണ്ട്. കാരണം അത് പ്രേക്ഷകർക്ക് അറിയാം. പ്രേക്ഷകർ നിങ്ങൾ കണ്ടാലും കറക്റ്റാണ് ഇത് ഇന്നാണ് സംഭവം. ഒരു മലയാളിക്കും നിങ്ങളുടെ മുഖം മറക്കാൻ പറ്റില്ല എന്തായാലും. അത്രയും ഈ 46 സിനിമയൊന്നും വേണ്ട, ഒരു സിനിമയെ തന്നെ അതിൽ പല ആംഗിളിലും വന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ. അതൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്, യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും കൂടിയാണ്. 46ഓളം വേഷങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ ചെയ്ത വേഷങ്ങളൊക്കെ മനസ്സിന് തൃപ്തി തരുന്നതാണെന്ന്. ഇപ്പം നമ്മൾ ആദ്യം ചെയ്തത് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു റൈറ്റർ വേഷമാണ്. അത് ജീവിതത്തിൽ ചെയ്തതാണ് ചെയ്തത്. പിന്നെ നമ്മൾ 2 കാര്യം ചെയ്തു. ഒന്ന് ചെണ്ടമുട്ടൽ, ഇനിയിപ്പം ചെണ്ടമുട്ടുന്ന പിന്നെ ഒരു സംഭവം, അതായത് മനസ്സിൽ ഏറ്റവും ആഗ്രഹമുള്ള ഞാൻ ഇന്ന കഥാപാത്രത്തെ ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന. അതായത് അങ്ങനെയുണ്ട് എൻ്റെ മനസ്സിൽ ഒരു അമ്പലവുമായിട്ട് ബന്ധപ്പെടുന്നത്. അതായത് ഞാനൊരു എൻ്റെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് ഒരു അമ്പലത്തിനോട് അടുപ്പിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ അമ്പലത്തിലെ ജീവനക്കാരനായി, അത് വാദ്യ കലാകാരനാവാം അല്ലെങ്കിൽ മറ്റുള്ള അങ്ങനെ അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകും. ആ രീതിയിലുള്ളൊരു നല്ല വേഷം കിട്ടിയാൽ ഒന്ന് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതെ, എൻ്റെ ഒരു അംബിഷൻ അതാണ്. അതായത് ചെറുപ്പം മുതലേ അമ്പലം, അതുമായിട്ട് ബന്ധപ്പെട്ട പൂജാരി, അങ്ങനെയുള്ളതായിരിക്കുമല്ലോ മുമ്പ് പറഞ്ഞത്. ഇതിപ്പോൾ നമ്മൾ അതൊരു വലിയൊരു സംഭവമാണ്. എന്തായാലും അത് സാറിന് അത് എന്തായാലും നടക്കും. കാരണം ആരെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പിന്നെ സ്ഥിരം ചർച്ച ചെയ്യുമ്പോൾ എന്തായാലും നമ്മളോട് ഈ പറഞ്ഞ കാര്യങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കും. പിന്നെ ഈ ഒരു അങ്ങനെ ഒരു കഥാപാത്രം വരുമ്പോൾ ഈ ഒരു പെർഫെക്ഷൻ ആണല്ലോ ഈ സംവിധായകർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയും കൃത്യമായിട്ട് ചെയ്യുന്ന സാറിനെ സംബന്ധിച്ചിട്ട് അതൊരു ബലികല മലയൊന്നുമില്ല. എന്തായാലും കിട്ടട്ടെ എന്നാണ് പ്രതീക്ഷ. കുടുംബത്തെക്കുറിച്ച് എങ്ങനെയാ? കുടുംബം എന്ന് പറയുന്നത് ഞാൻ കല്യാണം കഴിച്ച കോഴിക്കോടാണ്. അപ്പോൾ ഭാര്യയുടെ പേര് സ്മിത. 2 മക്കളാണ്. മൂത്ത മകൻ ഇപ്പം PG MCA ചെയ്യുന്നു. രണ്ടാമത്തത് മകളാണ്. മൂത്ത മകൻ്റെ പേര് സാരംഗ്. രണ്ടാമത്തെ മകളുടെ പേര് സംയുക്ത. അവളിപ്പം ബാംഗ്ലൂർ MCCയിൽ MSc ബയോകെമിസ്ട്രി ഇപ്പം അഡ്മിഷൻ ആയിട്ടുള്ളൂ. കുടുംബാംഗങ്ങളെ നമുക്കൊന്ന് കാണാം. അതെ